വെച്ചാൽ അവിടെ നമ്മൾ ഈ ഗേറ്റ് പാസ് ഒപ്പിക്കലും ബില്ലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അതാണ് കെട്ടിപ്പൊളിഞ്ഞൊരു ബിൽഡിങ്ങാണ്, പഴയ ബിൽഡിങ്ങാണ്. പെട്ടെന്നൊരു ജസ്റ്റ് ഒരു ഗേറ്റ് പാസ് വാങ്ങാൻ വേണ്ടി ലേശം മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ സാധനം ഇട്ടിപ്പൊളിഞ്ഞ് കൊടുക്കണത്. പിന്നെ അവിടെ നിന്നൊന്നും നോക്കിയില്ല. കിട്ടിയ ആൾ മൂവിപ്പറിക്ക് ഓരോ വണ്ടിക്കും കുറേ വണ്ടിക്ക് കൈയടിച്ച് ഇങ്ങനെ എത്തിച്ചാണ്. അതിലിപ്പം എന്തൊക്കെ ആണെന്നുള്ളത് ഇനിയിപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ബീച്ചിലുള്ളൂ. അപ്പോൾ അവിടെ പോയാലേ അറിയുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ. കൊണ്ടൂർ ഭയങ്കര സീരിയസ് തന്നെയാണ്. കൊണ്ടൂർ കാലൊക്കെ പണിയുണ്ട്. ശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ കുറച്ച് ആൾക്കാർ പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വണ്ടികൾ എപ്പോഴും വന്നിട്ട് സാധനം കയറ്റി പോകുന്ന ഭാഗം കൊണ്ടേ ഈ സമയത്ത് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോഡ് കയറ്റിക്കൊണ്ട സമയം തന്നെയാണത്. അതാ വണ്ടി അവിടെ സൈഡ് വെച്ചാൽ ബഷീർഖാന്റെ വണ്ടിയാണത്. ആ വണ്ടിയിലേക്ക് സാധനം കയറ്റി കൊയിലാണ്ടിക്ക് ലോഡ് കൊണ്ടുവന്ന ആളാണത്. അപകട സമയത്ത് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ പ്രതികരണമാണ് ഈ അവസാനം കേട്ടത്. ബെൻസൺ തുടരുന്നുണ്ട്. ബെൻസൺ, എന്തായാലും വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും വലിയ അനാസ്ഥയുണ്ടായി എന്ന് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴുള്ളത്. കാരണം ഇവിടെ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകരുത് എന്നൊക്കെ തന്നെ നേരത്തെ തന്നെ പരാതിയായും ഉന്നയിച്ചിരുന്നു പല ആളുകളും, വ്യാപാരികളും, ഈ പറയുന്ന പോലെ തൊഴിലാളികളും അടക്കം. എന്നിട്ട് അവിടെ നിന്ന് പഴയ പാസ്പോർട്ട് ഓഫീസ് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ കെട്ടിടത്തിൻ്റെ പേര് തന്നെ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം എന്ന് തന്നെയാണ്. അപ്പോൾ വലിയങ്ങാടിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വലിയ ആളുകൾ വരികയും പോവുകയും സജീവമായി ഇടപഴകുകയും ചെയ്യുന്ന ഒരിടം കൂടിയാണ്. ഈ ഒരു അപകടം 3 പേരുടെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയ ഭാഗ്യം തന്നെയാണ്. നേരത്തെ ആളുകൾ പറയുന്നതനുസരിച്ച് വെച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചുകൂടെ കൂടിയേനെ. എന്തോ മഹാഭാഗ്യമായി ഈ നിലയിലേക്കെങ്കിലും അപകടം പരിണമിച്ചു. എങ്കിൽ പോലും 3 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 പേർ പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ബെൻസൺ, നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? നിലവിൽ മേയർ പരിശോധിച്ച് പറഞ്ഞു പോകാമെന്ന് വളരെ പെട്ടെന്നുള്ളൊരു മറുപടിയിൽ ഒതുക്കി കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഇതിനി കോർപ്പറേഷനെ ചെറിയ രീതിയിലൊന്നുമല്ല പ്രതിരോധത്തിലാക്കുക എന്നാണ് നിലവിൽ നമുക്കിവിടെ നിന്ന് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതെ ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് നമുക്കറിയാം കോർപ്പറേഷൻ രൂപം കൊണ്ട കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ ഭരണസമിതിയിലും ഇപ്പോഴും എല്ലാം തന്നെ LDFന്റെ ഭരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ എടുത്ത തീരുമാനങ്ങൾ അവയ്ക്കെല്ലാം തന്നെ ഉത്തരം പറയേണ്ടി വരും കോർപ്പറേഷൻ. ഒരു സിംഗിൾ പോയിന്റിലേക്ക് എത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിലെ വീഴ്ച എന്നതിലൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയേണ്ടി വരും. അതായത് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് മേയറുടെ ആ ഒരു പ്രതികരണം. അതായത് കൃത്യമായിട്ടുള്ള പ്രതികരണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് എന്നത് പരിശോധിക്കാം എന്ന കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞ് അദ്ദേഹം മാറുകയായിരുന്നു. കൂടുതൽ പരിശോധനകൾ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും നമുക്കത് നേരിൽ കാണുമ്പോൾ തന്നെ, ആ കെട്ടിടത്തിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് അത്രത്തോളം പഴക്കം ചെന്ന കെട്ടിടമാണ്. അത് ജീർണാവസ്ഥയിലാണ്. അതിന്റെ പല ഭാഗങ്ങളിലും കമ്പി ഉൾപ്പെടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, കോൺക്രീറ്റ് പൊളിഞ്ഞ് പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്നത് ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്? കാരണം നമുക്കറിയാം കോഴിക്കോട് നഗരം എന്ന് പറയുമ്പോൾ അത്രത്തോളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. ദിനം പ്രതി ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് വ്യാപാരത്തിനായിട്ടാണെങ്കിലും മറ്റാവശ്യങ്ങൾക്കായിട്ടാണെങ്കിലും വിദ്യാർത്ഥികൾ എന്ന നിലയിലാണെങ്കിലും നിരവധി ആളുകൾ എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കോഴിക്കോട് നഗരം എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ ഇത്രത്തോളം കാലപ്പഴക്കം ചെന്ന അപകടാവസ്ഥയിലുള്ള അപകട സാഹചര്യത്തിൽ നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറ്റേണ്ടതും ഈ ആളുകളുടെ ജീവന് സുരക്ഷ ഒരുക്കേണ്ടതും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും സംവിധാനങ്ങൾ തന്നെയാണ്. കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങളായതിനാൽ തന്നെ കോർപ്പറേഷൻ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഇനി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മുൻപ് പരാതികൾ ലഭിച്ചിട്ടും ഈ കെട്ടിടം മാറ്റുന്നതിന് അല്ലെങ്കിൽ കെട്ടിടം പൊളിച്ചു നീക്കുന്നത്, അവിടെ മറ്റൊരു കെട്ടിടം അല്ലെങ്കിൽ പുതിയ കെട്ടിടം പണിയുന്നത് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നതിലൊരു കൃത്യമായിട്ടുള്ള പരിശോധന നടന്നും കുറ്റക്കാർക്കെതിരെ, അനാസ്ഥ വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഒരു മൗനം, ഇത്രയും കാലം സ്വീകരിച്ച ഈ ഒരു മൗനം, അത് 3 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത. നമുക്കറിയാം ഈ കൈത്തിറക്ക് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അതികാലെ തന്നെ ഏകദേശം 3 മണിയോട് 4 മണിയോട് കൂടി തന്നെ ജോലിക്കായി എത്തുന്ന ആളുകളാണ്. അവർ രാവിലെ അത്ര നേരത്തെ വരുന്നു ഈ കേന്ദ്രങ്ങളിലേക്ക്. അതായത് നമുക്കറിയാം വലിയങ്ങാടി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഉള്ളതാണ്. അവിടേക്ക് എത്തുന്ന ലോഡുകൾ ഇവർ കയറ്റിറക്കാൻ വേണ്ടി അത്ര രാവിലെ പുലർച്ചെ അവിടേക്ക് എത്തുന്ന ആളുകളാണ്. അപ്പോൾ ഏറെ നേരം ജോലി ചെയ്യുന്ന ഇത്തരത്തിൽ പാവപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ആളുകളുടെ പ്രതികരണം കേൾക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാം. കാരണം അത്രത്തോളം രോക്ഷത്തോടെയാണ് അവിടെയുള്ള സഹപ്രവർത്തകർ, ഈ മരിച്ച ആളുകളുടെയും പരിക്കേറ്റ ആളുകളുടെയും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മുൻപും സമാന അവസ്ഥയിൽ ഇതിനു മുൻപും ഈ സമാന രീതിയിലുള്ള അപകടങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അന്ന് വലിയ
വലിയ ചർച്ചയാവാതിരുന്നത് ഇത്തരത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള അപകടമായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സമാന രീതിയിൽ തന്നെ 50 വർഷവും 60 വർഷവും പഴക്കം ചെന്ന കെട്ടിടങ്ങൾ അതിന്റെ സ്ലാബുകൾ ഇടിഞ്ഞു വീഴുകയും കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ മതിലുകൾ, ഇത്തരത്തിൽ പഴക്കം ചെന്ന കെട്ടിടങ്ങൾക്ക് ചുറ്റുമതിലുകളുണ്ട്, 60 വർഷം 50 വർഷം പഴക്കമുള്ള ചുറ്റുമതിലുകൾ, അവ മറിഞ്ഞു വീഴുന്നത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് ഭാഗത്ത് ഉൾപ്പെടെ അത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ്. പക്ഷെ അന്നൊന്നും ഈ ആളുകളുടെ ജീവൻ നഷ്ടമാകാത്ത സാഹചര്യത്തിൽ, വലിയ പരിക്കുകൾ ഉണ്ടാവാത്ത സാഹചര്യമായതിനാൽ തന്നെ അതൊന്നും വലിയ ചർച്ചയായില്ല എന്നുള്ളത് തന്നെയാണ്. അന്ന് നൽകിയ ഈ പരാതികളൊക്കെ തന്നെയാണ് തീർപ്പാക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കാതെ കെട്ടിക്കിടന്നു പോയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. അതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പരിശോധനകൾ ഇനി നടത്തി എന്താണ് സംഭവിച്ചതെന്നതിൽ ഒരു നടപടി സ്വീകരിക്കുക മാത്രമല്ല, ഈ സമാന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം നമുക്കറിയാം ഇത്തരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകും. ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരു അപകടത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് അത്രത്തോളം ആളുകൾ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അവിടെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകേണ്ട ഒരു സമയവും സാഹചര്യവും തന്നെയായിരുന്നു അത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവിടെ ആളുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് 3 പേർക്ക് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്, 5 പേർ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അത്തരത്തിലൊരു സമാനാവസ്ഥയിലുള്ള ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ കരുതുന്നതിനപ്പുറം കണക്കുകളിലേക്ക് പോകും. അപ്പോൾ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടങ്ങൾ അതിൽ എന്താണ് നടപടി, അത് ഡിമോളിഷ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ 10ഉം 20ഉം നിലയുള്ള ഫ്ളാറ്റുകൾ തകർക്കുന്നത്, ആർക്കും ഒരു അപകടം വരാത്ത രീതിയിൽ ഫ്ളാറ്റുകൾ തകർക്കുന്നതൊക്കെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റുകൾ എറണാകുളത്ത്. അതെ, ആ കാര്യത്തിലേക്കൊക്കെ വരേണ്ടത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ ഒരു കൗൺസിലർ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാർഡിൽ 2 കെട്ടിടങ്ങൾ ഇതുപോലെ കാലപ്പഴക്കം ചെന്നതാണ്, അത് പൊളിച്ചു മാറ്റാൻ ഞാൻ ഈ പറയുന്നത് പോലെ അപേക്ഷ കൊടുത്തിരുന്നു, എന്നിട്ട് അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അപകടം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ആ കാര്യത്തെപ്പറ്റി ഈ സമയത്ത് താൻ പറഞ്ഞ അപേക്ഷ വീണ്ടും അപേക്ഷിച്ചിരുന്നു, എന്നിട്ട് അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. സമാനമായ രീതിയിൽ തന്നെ ഇവിടെയും ആ നടപടി ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ